അപ്പോൾ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം. നമുക്ക് ഈ കവർ ഒന്ന് അഴിച്ചു നോക്കാം, എന്താണ് സംഭവം എന്ന് അറിയണ്ടേ ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അങ്ങനെ കവർ ഇളക്കി നോക്കിയല്ലേ, കവർ ഇളക്കി നോക്കിയതിന് ശേഷം ഇതിനകത്ത് എന്തൊക്കെയുണ്ട്, ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇത് ഇനിയും പൊട്ടിക്കാതെ ഇവിടെ വെച്ചിരിക്കാൻ പറ്റില്ല, കാര്യം ഇത് ഒരാഴ്ച മാത്രമേ റിട്ടേൺ പോളിസി ഉള്ളൂ. ഇത് ഒരു പക്ഷേ ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് പൊട്ടിച്ച് നോക്കി വലിയ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ പൈസ പോകും. അതുകൊണ്ട് നമ്മൾ ഇതിപ്പം വന്നിട്ട് 3-4 ദിവസമായി, ഇനി 2 ദിവസം കൂടെ ഉള്ളൂ, അതിനുള്ളിൽ നമുക്ക് പൊട്ടിച്ച് നോക്കണ്ടേ, അല്ലെ പിന്നെ വല്ല കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യാൻ സാധിക്കില്ല. എന്തായാലും നമുക്കൊന്ന് നോക്കാം, എന്തായാലും ഒന്ന് പൊട്ടിക്കാം അല്ലേ. ഇത് എവിടെ തുടങ്ങണം എന്നാണ് ഇപ്പോൾ ഡൗട്ട്. ഇവിടെ തുടങ്ങാം. ഓ, ഇതെങ്കിൽ പൊട്ടിക്കാൻ യൂണിയൻകാരെ വിളിക്കേണ്ടി വരുമോ, എന്ത് വെച്ചോട്ടി. ഇതാണ് ഐറ്റം. മിനി ഫുഡ് പമ്പ് ഇൻഫ്ലേറ്റർ ഇലക്ട്രിക് ബൈസൈക്കിൾ പ്രൊഫഷണൽ ക്വാളിറ്റി എന്ന് എഴുതിയേക്കുന്നുണ്ട്. ഇത് നമുക്ക് ഉപയോഗിച്ച് നോക്കിയാലേ അറിയാൻ പറ്റും ഇത് പ്രൊഫഷണൽ ക്വാളിറ്റി ആണോ അതേ ചീപ്പ് ക്വാളിറ്റി ആണെന്നൊക്കെ. എന്തായാലും ഉപയോഗിച്ച് നോക്കണം, അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്നാലും ഇതൊന്ന് പൊട്ടിക്കട്ടെ. അപ്പം ഇതാണ് നമ്മുടെ പമ്പ് എന്ന് പറയുന്നത്, മിനി പമ്പ്. 2 വീലറിനൊക്കെ ഉപയോഗിക്കുന്ന എയർ അടിക്കുന്ന, 2 വീലറിനൊക്കെ എയർ അടിക്കുന്ന മിനി പമ്പ്. വേണ്ട, അപ്പം ഇതിൻ്റെ ഒരു കൂപ്പൺ കിട്ടിയിട്ടുണ്ട്, റിവാർഡ് കൂപ്പണാണ്, 50 രൂപ ക്യാഷ് ബാക്ക് എന്നത്. അത് ഇതിൽ കിടക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ പമ്പ്. ഇത് മീറ്ററാണ്, PSC ലെവൽ അറിയുന്ന മീറ്റർ. അതായത് ഫ്രണ്ട് ടയറിൽ എത്ര PSC ഉപയോഗിക്കണം, ബാക്ക് ടയറിന് എത്ര PSC ഉപയോഗിക്കണം, അതിനുള്ളൊരു മീറ്ററാണ് ഇതെന്ന് പറയുന്നത്. അപ്പം കമ്പനി പറയുന്ന PSC ഉപയോഗിക്കുക. ഇതിൻ്റെ ബാക്കിൽ എന്തോ ഐറ്റം ഉണ്ട്, ഇതെന്താണെന്ന് അറിയില്ല. ഇത് ഓരോന്നിലും ഉപയോഗിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇത് ഫുട്ബോൾ, വോളിബോൾ അങ്ങനെയൊക്കെ കാറ്റടിക്കാൻ വേണ്ടിയാണ്, അതായത് എയർ നിറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണിത്. അതിൽ തന്നെ ഇരിക്കട്ടെ. അപ്പം ഇതാണ് മിനി പമ്പ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ അവിടെ ഈ ഒരു ക്ലിപ്പ് മേലോട്ട് ഉയർത്തിയതിന് ശേഷം ഇതിൻ്റെ ഫ്രണ്ട് ഹോള് നമ്മുടെ ടയറിലേക്ക് ഘടിപ്പിക്കുക. അതിനുശേഷം ഈ ക്ലിപ്പ് പിടിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ലോക്ക് ഇവിടുന്ന് അഴിച്ച് മാറ്റുക. അഴിച്ച് മാറ്റുമ്പോൾ ഇതിങ്ങനെ പൊങ്ങി വരും. അതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ആണ് ഏത് കൊച്ചു കുട്ടികൾക്ക് വരെയും എയർ നിറയ്ക്കാവുന്ന സംവിധാനമാണ് ഇതെന്ന് പറയുന്നത്. ഒരു പാടുമില്ല, ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. എയർ കയറിയതിനു ശേഷം ഈ ക്ലിപ്പ് ഇളക്കുക, ഊരിയെടുക്കുക. ഓക്കെ, ഇത് പക്ഷെ കൈകൊണ്ടല്ല ചെയ്യേണ്ടത്, കാലുകൊണ്ടാണ്. ഇവിടെ ഒരു കാല് ചവിട്ടി പിടിച്ചിട്ട് ഒരു കാലുകൊണ്ട് ഇവിടെ ഇങ്ങനെ ചവിട്ടി താഴ്ത്തി എയർ ഇറക്കുക. ഓക്കെ, ഇതിപ്പം നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. എൻ്റെ 2 വീലറിൽ ഇത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. എന്റെ വണ്ടി എന്ന് പറയുന്നത് സുസുക്കി ബെർഗ്മാൻ ആണ് കേട്ടോ. അപ്പം ഈ ഓർഡർ ചെയ്ത് എത്തിയ സാധനം ഞാൻ ഇതിലാണ് പരീക്ഷിച്ച് നോക്കുന്നത്, അതായത് ചെക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പം ഇതിന്റെ കമ്പനിക്കാർ പറഞ്ഞേക്കുന്നത് ഫ്രണ്ടിൽ 22ഉം ബാക്കിൽ 29ഉമാണ് PSC ലെവൽ പറഞ്ഞേക്കുന്നത് അടിക്കാനായിട്ട്. അപ്പൊ അത് ഒരാൾ യാത്ര ചെയ്യുകയാണെങ്കിൽ, 2 ആളാണ് സ്ഥിരം യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ ഫ്രണ്ടിലത്തെ ടയറിൽ 25ഉം ബാക്കിലത്തെ ടയറിൽ 35ഉമാണ് PSC ലെവൽ അവർ പറഞ്ഞേക്കുന്നത്. എന്തായാലും നമുക്ക് ഇതിലൊന്ന് ചെക്ക് ചെയ്ത് എയർ നിറച്ചു നോക്കാം. നമ്മൾ ഇത് കണക്ട് ചെയ്യുന്ന ശേഷം കണ്ടില്ലേ, ഇതിന്റെ ലെവൽ നോക്കിയേ, മീറ്ററിൽ 36 ഉണ്ട്. നമുക്ക് ഇനി അടിക്കണ്ട, കാര്യം ഇതിൽ 35, 36 തന്നെ ധാരാളമാണ് ബാക്ക് ടയറിന്. ഫ്രണ്ട് ടയറിന് 25. അപ്പോൾ ഇത് ഒന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. ഇങ്ങോട്ട് എടുത്ത് വെക്കുന്നു, ഇത് ചവിട്ടി പിടിക്കുന്നു, ഒരു കാലുകൊണ്ട് ചവിട്ടി പിടിച്ചിട്ട് മറു കാലുകൊണ്ട് ഇതിൽ ചവിട്ടി അടിക്കുന്നു. കൂടിപ്പോവും, ഇനി അടിച്ചു കഴിഞ്ഞാൽ കൂടിപ്പോവും. അതുകൊണ്ട് ഇനി വേണ്ട. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് ടയർ നോക്കാം. ഇതിൻ്റെ കണ്ടില്ലേ, ഇതിൻ്റെ ഈ ഫസ്റ്റ് ആണ് ഇതിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ക്ലിപ്പ് പിടിച്ചിടുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെഷർ എന്ന് പറയുന്നത്, ഇതിൻ്റെ മെഷർ ഇപ്പോൾ 20ആണ്. ഇതിൽ വേണ്ടത് 25ആണ്. അപ്പോൾ ഇനി നമ്മൾ എയർ നിറച്ചു കൊടുക്കുക. ഓക്കെ, അതിന് നമ്മളിങ്ങനെ ചവിട്ടി പിടിക്കുക. ചവിട്ടി പിടിച്ചിട്ട് ഫ്രണ്ടിൽ ലെവൽ കണ്ടില്ലേ, 28 വന്നിരിക്കുകയാണ്. 28
വലിയ പാടോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. അപ്പം ഈ ഒരു പമ്പ്, അതായത് എയർ പമ്പ് നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഗുണകരമാണ്. കാര്യം ബെർഗ്മാൻ പോലുള്ള വണ്ടികളിലൊക്കെ നിങ്ങൾ ലോങ് ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാവും. അപ്പം ഇതും ഒപ്പം കൂട്ടുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.